എനിക്ക് പറയാനുള്ളതും അനുഭവിച്ചോ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പലിലെ ചെക്കിങ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം നല്ലൊരു ഫൈൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞത്, അനുഭവിച്ചോ, നീ അനുഭവിക്കണം. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. അവനെ വിസ കൊടുത്ത് കൊണ്ടുവന്നതെല്ലാം ഞാനും എന്റെ ഒരു സുഹൃത്തും മറ്റൊരു സുഹൃത്തും കൂടിയിട്ടാണ്. വേറൊരു കമ്പനിയിലേക്ക് സ്ഥാപനം വേണമെന്ന് പറഞ്ഞപ്പോൾ കമ്പനി ടിക്കറ്റ് കൊടുത്ത് കൊണ്ടുവന്ന ഒരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മളൊന്നും പറയണതൊന്നും ഒരു വിലയില്ലാണ്ടായി. ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ അവനെ പോയി കാണുമ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് ജോലി എടുത്തു കൊടുത്തത് തന്നെ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒക്കെ പറയും, ഷേവ് ചെയ്യണം, നഖം വെട്ടണം, അപ്പൊ ഇച്ചിരി വൃത്തിക്കും വെടുപ്പിനൊക്കെ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അവനൊരു വല്ലാത്തൊരു പുഞ്ചമായിരുന്നു. എന്ത് വന്നാലും കമ്പനി നോക്കിക്കൊള്ളുമല്ലോ എന്ന്. കാരണം അവനെ കൊണ്ടുവന്നത് ടിക്കറ്റൊക്കെ ഇട്ട് കമ്പനി കൊണ്ടുവന്നാണ്. നാട്ടിലെ ചില ചെലവുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ചെലവും കമ്പനി വഹിച്ചു കൊണ്ടുവന്നാണ്. അപ്പൊ കമ്പനീനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അത്രയും നല്ല കമ്പനിയായിരുന്നു. നല്ലൊരു ശമ്പളമുണ്ട്, തരക്കേടില്ലാത്ത ശമ്പളവും കൊടുക്കുന്നുണ്ട്, വീക്കിലി ഓഫുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോ ഇതുപോലെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അതൊന്നും വില വയ്ക്കാതെ പോകുന്നവർക്ക് കൊണ്ടാലേ പഠിക്കൂ എന്ന് പറയാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ കൊണ്ടാലേ പഠിക്കുള്ളൂ. അപ്പൊ നല്ലൊരു എമൗണ്ട് 2 മാസം ശമ്പളം പോയി കിട്ടുമോന്. അപ്പൊ കരച്ചിലായി, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിളി. കമ്പനിയോട് പറഞ്ഞപ്പോ അവരും കൈമലർത്തി. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാനേജറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ മാനേജർ പറഞ്ഞൊരു വാക്കുണ്ട്, അവനോട് ആദ്യം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ പറയും, എന്നിട്ട് സംസാരിക്കി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്റെ മാനവും പോയി കിട്ടി. നമ്മൾ ഒരാളെ കൊണ്ടു കൊടുത്തു കഴിയുമ്പം നമ്മൾ ഇനി ഒരാളെ എങ്ങനെ കൊണ്ടു കൊടുക്കും എന്നുള്ളവരിതാണ്. നാട്ടില് ഇപ്പൊ ഉള്ള അവസ്ഥ അറിയാലോ. ഒരുപാട് പേരാണ് നമ്മളോടൊക്കെ വിളിച്ചു ചോദിക്കുന്നത്, ഒരു ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ, എങ്ങനെയാണ്. കുവൈറ്റിലെ അവസ്ഥ അറിയാമല്ലോ, ഒരു ജോലി കിട്ടണമെങ്കിൽ വലിയ പാടാണ്, ഒരു വിസ കിട്ടണമെങ്കിൽ വലിയ പാടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അവൻ വന്നിപ്പോ ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ. 1.5 വർഷത്തിനുള്ളിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഓരോ വീഡിയോ ചെയ്യുമ്പോ പലവരും കളിയാക്കാറുണ്ട്, നീ എന്താ അറിഞ്ഞിട്ടാണ് ആനയാണ് മാങ്ങയാണെന്നൊക്കെ. ഇങ്ങനെയുള്ള അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അപ്പം ചിലർക്ക് കൊണ്ടാലേ പഠിക്കൂ, കൊള്ളണം എന്നേ ഞാൻ പറയൂ. അപ്പൊ ഓക്കെ, ബൈ.